നമസ്കാരം. മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അമ്മമാരെക്കുറിച്ച് വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇന്നലെ നമ്മൾ നടത്തിയ ചർച്ച ഇന്നും തുടരുകയാണ്. ഇന്നലെ ഡോക്ടർ എൽസി ഉമ്മനും ശ്രീമതി സിജിത അനിലും ഒക്കെ കാരണങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇന്ന് നമ്മൾ ബോധവൽക്കരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആത്മഹത്യ മാത്രമേ ഇനി മുന്നിലുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആ സ്ത്രീകളെക്കാൾ അവർക്കൊപ്പമുള്ളവർക്കാണ് ആദ്യം ബോധവൽക്കരണം വേണ്ടത്. ഈ വിഷയം സംസാരിക്കാനായി സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മോഹൻ റോയ്, ഒപ്പം 2018 സർക്കാർ വനിതകൾക്കായി ആരംഭിച്ച ഹെൽപ്പ് ലൈൻ നമ്പർ 181 പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ 181 ഹെൽപ്പ് ലൈൻ മാനേജർ ശ്രീമതി MA ദിവ്യ എന്നിവർ ചേരുന്നു. രണ്ടുപേർക്കും സ്വാഗതം. ചർച്ചയിലേക്ക് ആദ്യം ഡോക്ടർ മോഹൻ റോയിലേക്കാണ് ഞാൻ പോകുന്നത്. ഡോക്ടർ, ഇത്തരത്തിൽ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അമ്മമാരുടെ വാർത്തകൾ നിരന്തരം കൊടുക്കേണ്ടി വരുന്ന പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. അതൊരു ബോധവൽക്കരണം എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷെ ആ ബോധവൽക്കരണം ആദ്യം വേണ്ടത് അവർക്കൊപ്പമുള്ളവർക്കാണ് എന്ന് തോന്നുന്നു. കാരണം അവർ ആ മാനസികാവസ്ഥയിലായിരിക്കില്ല. ഇത്തരത്തിലൊരു നമ്പറിലേക്ക് വിളിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോകാനോ ഒന്നുമുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കില്ല. പക്ഷെ അവർ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കും, ഞങ്ങൾ ജീവിതം മടുത്തു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഏത് രീതിയിലായിരിക്കണം, ആർക്കായിരിക്കണം ബോധവൽക്കരണം നമ്മൾ കൊടുക്കേണ്ടത്? അതിനെക്കുറിച്ച് ആമുഖമായി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് യഥാർത്ഥത്തിൽ സമൂഹത്തിലുള്ള എല്ലാവർക്കും ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം വരേണ്ടതുണ്ട്. നോക്കൂ, നമ്മളുടെ പൊതുജനാരോഗ്യപരമായ ഇടപെടലുകൾ എങ്ങനെയാണ് വിജയിച്ചിട്ടുള്ളതെന്നതിന്റെ ധാരാളം മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. പ്രമേഹ രോഗം ലോകത്ത് നിയന്ത്രിക്കാൻ പറ്റിയ ജനസമൂഹങ്ങളിലൊക്കെ തന്നെ മരുന്നുകൊണ്ട് മാത്രമല്ല നിയന്ത്രിച്ചത്. ഭക്ഷണം നിയന്ത്രിക്കണമെന്നും വ്യായാമം ചെയ്യണമെന്നും ചികിത്സയും, അത് മൂന്നും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാനായി പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും നടത്തിയ ഒരു പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, അവിടെ ബേക്കറികളിൽ, അവിടുത്തെ ഭക്ഷണം പൊതുവെ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ബേക്കറികളിൽ നിന്നും വരുന്നതായതുകൊണ്ട് അവിടുത്തെ ബ്രെഡിലെ ഉപ്പിന്റെ അളവ് കുറയ്ക്കാൻ തീരുമാനിച്ചു. ആദ്യം അവിടെ ഉള്ളവരെ എതിർത്തു. അവർ പറഞ്ഞത് ബ്രെഡിന് ഉപ്പ് കുറച്ചാൽ ആൾക്കാർ വാങ്ങില്ല എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ അവർക്കൊരു സംവിധാനം ചെയ്തു. അതായത് ഇപ്പോഴുള്ള ബ്രെഡിന്റെ ഉപ്പ് 100% ആണെങ്കിൽ അത് 75-50-25% കുറച്ചിട്ട് ഇത്തരത്തിൽ ഉപ്പ് കുറഞ്ഞ ബ്രെഡ് ഉള്ളത് നിങ്ങൾ പരസ്യം ചെയ്യുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ സർക്കാർ വളരെ വ്യാപകമായ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു. അതായത് ഉപ്പ് കുറച്ചു കഴിഞ്ഞാൽ രക്തസമ്മർദ്ദത്തിന്റെയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുടെയും അളവ് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളത്. അത് ഫലപ്രദമാവുകയും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ അപ്പോഴുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് ബ്രെഡ് 100% ഉപ്പുള്ളതായിരുന്നെങ്കിൽ നമ്മളൊരു 75% ഉപ്പ് കുറഞ്ഞൊരു ബ്രെഡ് വന്നല്ലോ. പിന്നെ സർക്കാർ ചെയ്ത് 75% 100% ആക്കണം. അങ്ങനെ പടിപടിയായാണ് കുറച്ചത്. ഇപ്പോൾ ശരാശരി മലയാളിക്ക് നെഞ്ചിന്റെ ഇടതുഭാഗത്ത് ഒരു വേദന വരികയും ശരീരം വെട്ടി വീർക്കുകയും ചെയ്താൽ ഹൃദ്രോഗമാണെന്നറിയാം, ആശുപത്രിയിൽ എത്തിക്കുന്നറിയാം. കൂടുതൽ ഭക്ഷണം കഴിക്കുകയും കൂടുതൽ നമ്മളെ മൂത്രമൊഴിക്കുകയും കൂടുതൽ ദാഹം തോന്നുകയും ചെയ്യുകയാണെങ്കിൽ പ്രമേഹ രോഗമാണെന്നറിയാം, സാധ്യതയുണ്ടെന്നറിയാം. നോക്കൂ, ഇത്തരത്തിലുള്ള ബോധവൽക്കരണം എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും വ്യാപകമായി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ നെഞ്ചുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു ആശുപത്രിയിൽ പോയി കാർഡിയോളജിസ്റ്റിനെ തന്നെ കാണുമെന്ന് വാശി പിടിക്കുന്നത്. ഈ അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള അവബോധം വളരേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള അവബോധം മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് ആർക്കാണുള്ളത്? നോക്കൂ, നമ്മളിതിൽ ദൗർഭാഗ്യവാന്മാരായ അമ്മമാരുടെ കാര്യം മാറ്റിവെക്കൂ. അല്ലാതെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരാൾക്ക് വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് കണ്ടാൽ, അയാൾക്ക് വിഷാദ രോഗമുണ്ടെന്ന് അറിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം വിഷാദ രോഗമുള്ള ഒരാളുടെ പ്രവൃത്തികൾ ചെയ്യുകയോ മറ്റോ ചെയ്താൽ എത്ര പേർക്കാണ് അത് തിരിച്ചറിയാൻ സാധിക്കുക? അയാൾ രോഗം അനുഭവിക്കുന്ന അയാളും സമൂഹത്തിലെ ഒരു മനുഷ്യൻ തന്നെയല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അവബോധത്തിന്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പൊ നെഞ്ചിന് വേദന വരുന്ന ഒരാൾക്ക് കൃത്യമായി ആശുപത്രിയിലേക്ക് എത്തണമെന്നറിയാം, കൂടെയുള്ളവർക്ക് എത്തിക്കണമെന്നറിയാം. എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വിഷാദമോ അല്ലെങ്കിൽ ഭയമോ ആശങ്കയോ ഒക്കെ ഉള്ള ആൾക്ക് എത്ര ശതമാനം പേർക്കാണ് ഇത് മാനസിക പ്രശ്നമാണെന്ന് അറിയാവുന്നത്? അവർക്കറിയില്ല. കാരണം അവർ ഈ വലിയ സമൂഹത്തിന്റെ ഭാഗമായതുകൊണ്ട്. അവിടെയാണ് നമ്മൾ സമൂഹത്തിൽ തന്നെയുള്ള അവബോധ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത്. ഇത്തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള വ്യാപകമായ അവബോധ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. എല്ലാവർക്കും കുറഞ്ഞത് സാധാരണ മാനസിക രോഗങ്ങളായ വിഷാദ രോഗങ്ങൾ, ഉന്മാദ രോഗം, ഉത്കണ്ഠ രോഗങ്ങൾ, ചിത്തഭ്രമം, ലഹരിയുമായി ബന്ധപ്പെട്ടത്, ഈ കുറഞ്ഞ 5 മാനസിക പ്രശ്നങ്ങളെ കുറിച്ചുള്ള ലക്ഷണങ്ങളും എന്താണ് അതിലേക്ക് കാരണമാകുന്ന ഘടകങ്ങളിൽ അറിഞ്ഞില്ലെങ്കിലും അങ്ങ് പോട്ടെന്ന് വയ്ക്കാം. കുറഞ്ഞത് ഈ 5 മാനസിക രോഗങ്ങളെ കുറിച്ചുള്ള ലക്ഷണങ്ങളെങ്കിലും സമൂഹത്തിൽ വ്യാപകമായി ആൾക്കാർക്ക് അറിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങൾക്ക് ആൾക്കാർ വരികയുള്ളൂ, ചികിത്സയ്ക്ക് വരികയുള്ളൂ. അത്തരത്തിലുള്ള അവബോധ പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം. അല്ല നമ്മൾ ഈ പറയുന്നത് പോലെ അവർക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളതല്ല. ഈ സമൂഹത്തിന് പൊതുവെ മാനസികാരോഗ്യത്തെ കുറിച്ചുള്ള അറിവ് കുറവാണ്, മാനസിക പ്രശ്നങ്ങളെ കുറിച്ചുള്ള അറിവ് കുറവാണ്, അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇതിലേക്ക് നയിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഡോക്ടർ, ആ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത്, ഇത് അറിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ഞാൻ ദിവ്യയിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീമതി ദിവ്യ, ഇത്തരത്തിൽ 181 എന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ നമുക്കുണ്ട് എന്ന് ഭൂരിഭാഗം പേർക്കും അറിയാം. പക്ഷെ എത്രത്തോളം ആളുകൾ അതിലേക്ക് വിളിക്കുന്നുണ്ട്?
ഇപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ആയിരിക്കില്ല വിളിക്കുന്നത്, ഞാൻ ചിലപ്പോൾ എൻ്റെ കൂട്ടുകാരിയോടോ അടുത്ത ആരോടെങ്കിലും അമ്മയോടോ അച്ഛനോടോ ഭർത്താവിനോടോ ഒക്കെ ആയിരിക്കും പറയുന്നത്. അവർക്ക് 181 വിളിച്ചാൽ എന്നെ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക? നിങ്ങളുടെ ഒരു പ്രൊസീജിയർ അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാം. തീർച്ചയായിട്ടും 2017 മുതൽ കേരളത്തിലെ 181 വനിതാ ഹെൽപ്പ് ലൈൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഫോമർ എന്നുള്ള നിലയിൽ ആർക്ക് വേണമെങ്കിലും 181 വിമൻ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കാം. വിളിക്കുന്ന ആള് ക്ലയന്റിന്റെ ആരാണോ പ്രശ്നം നേരിടുന്നത് അവരുടെ പേരോ അവരുടെ കോൺടാക്ട് നമ്പറും അഡ്രസ്സും തരികയാണെങ്കിൽ ഇത് കോൺടാക്ട് നമ്പർ മാത്രമായിരുന്നാലും മതി. കാരണം നമ്മുടെ ഒരു ടെലിഫോണിക് ഹെൽപ്പ് ലൈൻ ആണ് 181 എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കോൺടാക്ട് നമ്പർ തരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ക്ലയന്റിനെ വിളിക്കുകയും അവർക്ക് വേണ്ട സേവനം എന്താണെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിനുശേഷം അവർക്ക് വേണ്ട സേവനം എന്താണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ അവർക്കുള്ള സർവീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻഫോമർ എന്നുള്ള നിലയിൽ ആർക്ക് വേണമെങ്കിലും 181 വിമൻ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കാം. അവരുടെ ഡേറ്റാസ് എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോ അയൽവക്കക്കാരായിരിക്കും തൊട്ടടുത്ത വീട്ടിൽ ഒരു പ്രശ്നം നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക. അവർക്ക് ഒരു പക്ഷെ പേടിയായിരിക്കും, നമ്മൾ ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്താൽ എന്താകും എന്നുള്ള പേടിയിൽ പലപ്പോഴും അയൽവക്കങ്ങളിലുള്ള പ്രശ്നങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ധൈര്യമായി നിങ്ങൾക്ക് അയൽവക്കങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കുടുംബങ്ങളിലെ പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ഇൻഫോമർ എന്നുള്ള നിലയിൽ ധൈര്യമായ 181 വിമൻ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കാം. ഇത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ്. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ഒരു പ്രൊഫഷണൽ ടീമാണ് അവിടെ കോൾസ് അറ്റൻഡ് ചെയ്യുന്നത്. കോൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ലിസൺ ചെയ്യും. ലിസൺ ചെയ്തതിനു ശേഷമാണ് എന്ത് നടപടിയിലേക്ക് പോകണം എന്നുള്ളത് ക്ലയന്റ് ഓറിയന്റഡ് ആണ്. ക്ലയന്റിന്റെ അടുത്തും കൂടെ സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് തീരുമാനത്തിലേക്ക് പോകണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ഒരുപക്ഷെ ക്ലയൻസിന് മിക്കവാറും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കേസ് എടുക്കണമെന്നില്ല. അവർക്ക് അതിനു മുൻപ് തന്നെ പരിഹരിക്കാനായിട്ട് മീഡിയേഷനോ കൗൺസിലിങ്ങോ ഒക്കെ ആവശ്യപ്പെടുന്നവരുണ്ട്. അത്തരം കേസുകളാണെങ്കിൽ ടെലിഫോണിക് വഴി നമുക്ക് ഇന്റർഫിയറൻസ് ചെയ്യാൻ പറ്റുന്ന കേസുകൾ നമ്മൾ അത്തരത്തിൽ നമ്മൾ ഇന്റർഫിയർ ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒട്ടുമിക്ക കേസസിനും ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉള്ളതാണ്. നമ്മളെ ക്ലയൻസിനെ നേരിട്ട് കാണേണ്ടതായിട്ട് വരും, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം കേസുകളാണ് നമ്മൾ ബാക്കിയുള്ള സെന്റേഴ്സ്, നമ്മുടെ അണ്ടറിൽ തന്നെ ഒത്തിരി സർവീസ് പ്രൊവൈഡിംഗ് സെന്റേഴ്സ് ഉണ്ട്, വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് ഉണ്ട്, സ്നേഹിത പോലത്തെ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ട്. അവരുടെ എല്ലാം സഹായത്തോടു കൂടി നമ്മൾ ഇവരെ നേരിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് വിളിച്ച് ഇതുപോലെയുള്ള വൺ സ്റ്റോപ്പ് സെന്റേഴ്സിലേക്ക് വിളിച്ചു വരുത്തുകയും സ്ത്രീകൾക്ക് മാത്രമല്ല അവരെ എന്താണ് പ്രശ്നക്കാർ ആരൊക്കെയാണോ അവരെല്ലാരെയും വിളിച്ചു വരുത്തി കോമൺ ആയിട്ട് ഒരു കൗൺസിലിങ്ങും മീഡിയേഷനും നടത്തി അതല്ല അവിടെ പരിഹരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് കേസസ് റെഫർ ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു രീതിയാണ് 181 സാധാരണയായി നടന്നു പോകുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 181 വിമൻ ഹെൽപ്പ് ലൈൻ പോലീസിന്റെ കൺട്രോൾ റൂമുമായിട്ട് ലിങ്ക്ഡ് ആണ്. അതുപോലെ ചൈൽഡ് ഹെൽപ്പ് ലൈനുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എമർജൻസി സിറ്റുവേഷനിലേക്ക് 181 ഒരു ലേഡി വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫോമർ എന്നുള്ള രീതിയിൽ ആര് വിളിച്ചു കഴിഞ്ഞാലും ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് ഈ കോൾ കണക്ട് ചെയ്യപ്പെടുകയും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് നമുക്ക് 181 നിന്ന് ഉറപ്പാക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ഡോക്ടർ മോഹൻ റോയ്, നമ്മൾ ഓരോ കേസസ് എടുത്ത് നോക്കുമ്പോഴും പിന്നീട് ആ ആത്മഹത്യക്ക് ശേഷം ഇപ്പോൾ ഉദാഹരണത്തിന് കോട്ടയത്തെ ജിസ്മോളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ജിസ്മോൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നിന്ന വീട്ടിൽ, അതായത് വിവാഹം കഴിഞ്ഞു പോയ വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഈ 3 ദിവസം കഴിയുമ്പോൾ സഹോദരനും അമ്മയും അച്ഛനും പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിന്. അപ്പോൾ അവർക്കറിയാമായിരുന്നു ജിസ്മോൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്, മാനസികമായി വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണെന്ന്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ തിരിച്ചറിയലുണ്ടല്ലോ, നമുക്കൊപ്പമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നറിയുന്നൊരു തിരിച്ചറിവുണ്ടല്ലോ. അത് എന്തുകൊണ്ടത് ആ തിരിച്ചറിവ് ഒരു ബോധവൽക്കരണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിലേക്കോ ഒന്നും പോകുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, ഇവിടെ അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകളുടെ സ്ഥാനത്തെ കുറിച്ചും സ്ത്രീകളെ കല്യാണം കഴിച്ച് നമ്മൾ പൊതുവെ പറഞ്ഞത് പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടുന്നു എന്നാണ് പറയുന്നത്. ഒരു ആൺകുട്ടിയെ കുറിച്ച് ഒരിക്കലും കല്യാണം കഴിച്ച് വിടുന്നു എന്ന് നമ്മൾ പറയും. പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, ഈ അച്ഛനോടും അമ്മയോടും പറയുന്നതായിട്ടുള്ള നിങ്ങളുടെ പെൺകുട്ടിയെ നിങ്ങൾ കല്യാണം കഴിച്ച് ഈ വിടുക അയക്കുക എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കാറുണ്ട്. എനിക്ക് അതിനോട് താല്പര്യമില്ല. നിങ്ങളുടെ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും പെൺകുട്ടിക്ക് നിങ്ങളുടെ വീട്ടിലൊരു മുറി ഉണ്ടാകുമെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ മുറിയുടെ താക്കോൽ നിനക്കായിട്ടുണ്ടെന്നും പെൺകുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പറയാൻ പറ്റുന്ന എത്ര മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മുടെ സമൂഹം ഇപ്പോഴും കാണുന്നത് എങ്ങനെയാണ്? ഈ കാണുന്ന കുറെ ഈ
ഓൾഡ് ജൻ അമ്മാവന്മാരും ബാക്കിയൊക്കെ ഈ ഒരു ഡൈവേഴ്സുമായി ബന്ധപ്പെട്ടോ മറ്റോ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിന്റെ താഴെ കമന്റ് ഇടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അത് സഹിച്ചുകൂടെ, ക്ഷമിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഇപ്പോഴും ഇതൊക്കെ തന്നെയാണെന്നേ. ഈ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമായ മാതാപിതാക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും അല്ലേ നമ്മൾ ഈ കാണുന്നത്? നോക്കൂ, ഇത്തരത്തിലുള്ള ഏത് പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും പിന്നീട് നമ്മൾ അറിയുന്ന കാര്യം എന്താ? നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ ഒരു മീഡിയേഷൻ പരിപാടി നടക്കാറുണ്ട്. എന്താണ് ഇതിന്റെയൊക്കെ ഒരു നിയമപരമായ അടിസ്ഥാനം എന്ന് എനിക്ക് മനസ്സിലായി. പോലീസുകാർ ഉപദേശിച്ചങ്ങ് വിടുന്നു, അതിനുശേഷം യാതൊരു ഫോളോ അപ്പ് നടത്തില്ല. അത്തരം സംഭവങ്ങളിൽ പോലും, അത് ഞാനവരെ കുറ്റം പറയുന്നതല്ല, കാരണം അവർക്കും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നും ഇത്തരം മാനസിക, കുറഞ്ഞ പക്ഷം നമ്മുടെ കേരളത്തിൽ ഇത്തരം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ടി വരുന്ന പ്രാഥമികമായ ഏറ്റവും വലിയൊരു സംവിധാനം പോലീസിൻ്റെതാണ്. അവർക്കെങ്കിലും ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നം നോക്ക്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് നെഞ്ചുവേദന വന്ന് മുന്നോട്ട് കറങ്ങി വീണ എന്താ അവിടുത്തെ ഡ്യൂട്ടി ഓഫീസർ ചെയ്യുക? എനിക്ക് 100% ഉറപ്പാണ് അദ്ദേഹം തീർച്ചയായും അടുത്ത ആശുപത്രിയിൽ എത്തിയിരിക്കും. അതുപോലെ മുന്നിൽ വന്നിരുന്ന് കരയുന്ന, പരിദേവനം പറയുന്ന ഒരു വ്യക്തിക്ക്, ഒരു സ്ത്രീ എന്നുള്ളത് മാറ്റി ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെ ഞാൻ ആദ്യം പറയാം, അത്തരത്തിലുള്ള ഒരു പരിശീലനം നമ്മുടെ പോലീസ് സംവിധാനത്തിന് ലഭിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവിടുന്ന് തന്നെ ഇതിന്റെ നടപടികൾ ആരംഭിക്കാനും നേരത്തെ നമ്മൾ പറയുന്ന വൺ സ്റ്റോപ്പ് സെന്ററുകളിലേക്കും ബാക്കി സ്ഥലത്തിലേക്കും പോകാനും ഒരു കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഇതിനൊരു മറുവശമുണ്ട്. പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംബന്ധിക്കുമ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിൽ പരാതി പറയാനാണ് പലർക്കും താല്പര്യം. മറ്റൊരു നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല പവർ ഇക്വേഷൻസും നമ്മുടെ സമൂഹത്തിലെ ലിംഗനീതിയുടെയും സ്ത്രീ പുരുഷ സമത്വത്തിന്റെയും കാര്യമൊക്കെ നമുക്കറിയാമല്ലോ, ഇന്നലെ ഇത് ചർച്ച ചെയ്തിട്ടും ഉണ്ടാകും. അത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ട് ഒരു കംപ്ലൈന്റിലേക്കോ മറ്റോ പോകാൻ പലരും ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിമുഖതയും മറ്റുമൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇത് അറിയേണ്ടത്, ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു ഏകമുഖമായ കാരണമുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇപ്പോഴീ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള കുറച്ച് സ്ത്രീകൾ ആത്മഹത്യ ചെയ്തു. പക്ഷെ ആത്മഹത്യയുടെ പുറകിൽ മറ്റു പല ഘടകങ്ങളുമുണ്ട്. അതിൽ വിഷാദ രോഗമുണ്ടാകാം, ഉത്കണ്ഠ രോഗമുണ്ടാകാം, സാമൂഹ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെയും നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ആത്മഹത്യ എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തിന്റെ പല നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വരൂപവും പല അവതാരങ്ങളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ആത്മഹത്യ എന്ന് പറയുന്ന ഒരു അടിസ്ഥാനമായ മാനസികാരോഗ്യ പ്രശ്നത്തിന്റെ പല മേഖലകളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്കൂൾ കുട്ടികളുടെ ഇടയിലുള്ള ആത്മഹത്യയുണ്ട്, മുതിർന്നവരുടെ ഇടയിലുള്ള ആത്മഹത്യയുണ്ട്, ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ആത്മഹത്യയുണ്ട്. ഇത്തരത്തിൽ സ്ത്രീകളുടെ ഈ പറയുന്ന ആത്മഹത്യ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രസവാനന്തര വിഷാദ രോഗങ്ങളെ കുറിച്ചാണ്. പ്രസവാനന്തര വിഷാദ രോഗങ്ങളെ കുറിച്ചുള്ള എന്ത് അവബോധമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്? കേരളത്തിലെ ശരിക്കും അമ്മ മനസ്സ് എന്ന് പറയുന്ന ഒരു പദ്ധതി യഥാർത്ഥത്തിൽ പ്രസവാനന്തര വിഷാദ രോഗത്തെ കുറിച്ചുള്ള ചർച്ച തുടങ്ങേണ്ടത് എപ്പോഴാണെന്ന് അറിയാം. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയായി ആദ്യം ഗൈനക്കോളജിസ്റ്റിനെ കാണുന്ന സമയത്ത് തന്നെ ഇത് തുടങ്ങണമെന്നേ. പലപ്പോഴും പ്രസവാനന്തര വിഷാദത്തിന് മുമ്പ് തന്നെ പൂർവ്വ ഒരു ചെറിയ വിഷാദം പല സ്ത്രീകളിലും കാണാറുണ്ട്. അപ്പോൾ തന്നെ ഇത് കണ്ടുപിടിക്കുകയും കുറഞ്ഞ പക്ഷം ഇത്തരത്തിൽ സ്ത്രീകൾ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി പുറത്തു പോകുന്ന സമയത്ത് അവർക്കൊരു ഡിസ്ചാർജ് കാർഡോ ബുക്ക്ലെറ്റോ കൊടുക്കുമെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് അവരെ അറിയിക്കാനും ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വരാനും കേരളത്തിലെ നമ്മൾ സുസജ്ജമായ സംവിധാനങ്ങൾ, ആരോഗ്യ പ്രവർത്തകരെ ഉപയോഗിച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അവരുൾപ്പെടെയുള്ളവർ ഈ കാര്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വളരെ കോംപ്രഹെൻസീവായ ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടത്. അല്ല നമ്മൾ ഈ ചർച്ച പോലും എനിക്ക് മനസ്സിലാവുന്നത് നമ്മളൊക്കെയും ചെയ്യുന്നത് നീജർക്ക് റിയാക്ഷനാണ്. നീജർക്ക് റിയാക്ഷനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കാരണം ഏറ്റവും കൂടുതൽ അവബോധ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ കുറഞ്ഞ പക്ഷെ നാം ഈ ചർച്ചയെങ്കിലും വെച്ചിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അവബോധ പ്രവർത്തനങ്ങൾക്ക് നീജർക്ക് റിയാക്ഷൻസ് വളരെയധികം സഹായിക്കുമെങ്കിലും ദീർഘകാലത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ. ഡോക്ടർ ഒന്ന് ഇടപെട്ട് ഞാൻ സംസാരിച്ചോട്ടെ. ഡോക്ടർ പറഞ്ഞ ഈ പ്രസവാനന്തരം ഉണ്ടാകുന്ന ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു രോഗാവസ്ഥ ഇപ്പോഴും പലർക്കും മനസ്സിലാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ജിസ്മോളുടേതാണെങ്കിലും കൊല്ലം കരുനാഗപ്പള്ളിയിലെ താര മക്കളെ ചേർത്ത് നിർത്തി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. അതാണെങ്കിലും ഒക്കെ അവിടെയൊക്കെ ഡോക്ടർ പറഞ്ഞൊരു സാധ്യത അവിടെയുണ്ട്. കാരണം 1 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്, ഏറ്റവും ഇളയ കുഞ്ഞിന് 1 വയസ്സായിരിക്കും ഉണ്ടാവുക. അവരുടെ ഒക്കെ പ്രായം നോക്കുമ്പോൾ 35-36 വയസ്സുള്ള യുവതികളാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് മരണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നത് അത് മനസ്സിലാക്കാൻ ഈ വീട്ടുകാർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെ ആ ഡിപ്രഷൻ അല്ലെങ്കിൽ ആ പ്രസവാനന്തരമുള്ള അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് എത്ര ബോധവൽക്കരണം എത്രയോ നാളുകളായി നമ്മളൊക്കെ നടത്തുന്നു, പക്ഷെ അത് എത്തുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായ കാര്യം. അല്ല, എനിക്ക് അത് തിരിച്ചാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം ഞാൻ ഇപ്പൊ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 6-7 വർഷം മുമ്പ് ഒരു ലോകാരോഗ്യ ദിനത്തിൽ യഥാർത്ഥത്തില്
വിഷാദ രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു തീമായിരുന്നു അന്ന് യഥാർത്ഥത്തില് ഞാൻ ഉൾപ്പെടെ 4 പരിപാടികൾ അന്ന് ചെയ്തിട്ടുണ്ട്. അന്ന് രാവിലെ ഒരു വാക്കത്തോൺ ഉണ്ടായിരുന്നു ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം എനിക്ക് തോന്നുന്നു 2 ചാനൽ ചർച്ചകളും റേഡിയോയിലുള്ള ഒരു FM റേഡിയോയിലുള്ള ഒരു പരിപാടിയും വൈകുന്നേരം ഇതിന്റെ ഒരു സമാപനവും ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് യഥാർത്ഥത്തിൽ എനിക്കൊരു സന്ദേശം അയക്കുകയുണ്ടായി. അവൻ ചോദിച്ചത്, ലോകത്തെ പട്ടിണിയൊക്കെ അങ്ങ് തീർന്നു, ഇപ്പൊ വിഷാദമാണോ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ചോദിച്ചത്. സത്യം പറഞ്ഞ അന്ന് വൈകുന്നേരം ആയപ്പോ എനിക്ക് തന്നെ തോന്നി 5 പരിപാടികളിലൊക്കെ വിഷാദ രോഗത്തെ കുറിച്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ. ഞാൻ ശരിക്കും ഒന്ന് ഇരുന്ന് ചിന്തിച്ച ഒരു കാര്യമായിരുന്നു. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഏകദേശം ഒരു 3-4 മാസത്തിനകം എനിക്കൊരു ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയുടെ മകനുമായി സംസാരിക്കേണ്ടി വന്നു. അദ്ദേഹം ഒരു മെഡിക്കൽ പ്രൊഫഷണൽ തന്നെ ആയിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അച്ഛൻ ക്യാൻസർ രോഗബാധിതനായിരുന്നു, അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ഈ മകൻ എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, രോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ അച്ഛൻ പറയുകയാണ്, എടാ എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല, ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യും, എനിക്കെന്ത്, നീ ഡോക്ടറാണല്ലോ, നിനക്കറിയായിരിക്കുമല്ലോ എന്തെങ്കിലുമൊക്കെ മരുന്ന് കുത്തിവെച്ച ആൾക്കാരെ അങ്ങ് ഇല്ലാതാക്കുന്നു, നീ അങ്ങനെ എന്നെ ചെയ്തോളൂ, ആരും അറിയത്തതുമില്ല, ഞാനും രക്ഷപ്പെടും, നിനക്കും ഒരു സമാധാനമാവുമല്ലോ, എനിക്ക് വേണ്ടി നീ ഈ ബുദ്ധിമുട്ട് എത്തുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആ അച്ഛനുണ്ടായിരുന്നത് ഒരു വിഷാദ രോഗമാണ്. ഈ വിഷാദ രോഗം തിരിച്ചറിയാൻ മെഡിക്കൽ പ്രൊഫഷണലായ ഒരു മകന് മനസ്സിലായില്ലെങ്കിൽ അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ ഒരു ദിവസം ചെയ്ത 5 പരിപാടികൾ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്ന്. ഇതാണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ. ഇത് നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഞാൻ ഇതിനെ അടിസ്ഥാനപരമായി താരതമ്യം ചെയ്യുന്നത്, നമ്മൾ സ്കൂളുകളിൽ സിലബസ് ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴേലും പറയണ്ട, കുറെ നാളായിട്ട് നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും കുടിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇനി ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ പറയാറില്ല. ഇത് തലമുറയായി അറിയേണ്ടതുണ്ട്. ഈ തലമുറയായി അറിയണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇനി അല്ലെങ്കിൽ നമുക്ക് വിവാഹപൂർവ്വ കൗൺസിലിങ്ങുകളെ കുറിച്ച് കുറെ നാളായി നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ പറയുന്നത് വിവാഹപൂർവ്വ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നിർബന്ധിതമാക്കണം. അതായത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിവാഹപൂർവ്വ കൗൺസിലിംഗ് നിർബന്ധമാക്കുകയും, നമുക്കിപ്പോ എന്തിനൊക്കെ കൗൺസിലിംഗ് ഉണ്ടെന്നേ, 10ാം ക്ലാസ് പാസ്സാവുന്ന ഒരു കുട്ടി +2 അഡ്മിഷൻ പോകുമ്പോൾ ഒരു കൗൺസിലിംഗ് ഉണ്ട്, ഡിഗ്രി അഡ്മിഷൻ പോകുമ്പോൾ ഒരു കൗൺസിലിംഗ് ഉണ്ട്, ഏത് എൻട്രൻസ് സംവിധാനത്തിൽ പോയിട്ടും കൗൺസിലിംഗ് ഉണ്ട്. അതും ഇതുമായി വ്യത്യസ്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത്തരത്തിലൊരു വിവാഹപൂർവ്വ കൗൺസിലിംഗ് ഉണ്ടാവുകയും വിവാഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച്, വിവാഹത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഇതിൽ സാമ്പത്തിക പ്രശ്നങ്ങളില്ലേ, ഇതിൽ നിയമ പ്രശ്നങ്ങളില്ലേ, ഇതിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലേ, ഇതിൽ മാനസികാരോഗ്യ പ്രശ്നമില്ലേ, വിവാഹത്തിന്റെ ഒരു സാമൂഹ്യ വശമില്ലേ, ഇത്തരം കാര്യങ്ങൾ ഒരു 3-4 ദിവസം ചർച്ച ചെയ്ത് ഇതിൽ പങ്കെടുത്താൽ മാത്രമേ ഇവർക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കൂ എന്നുള്ള ഒരു നിയമം കൊണ്ടുവരാൻ നമ്മുടെ നാട്ടിൽ എന്താണ് ബുദ്ധിമുട്ട്? അവിടെ നമുക്കിത് ചർച്ച ചെയ്യാമല്ലോ. ഇത് ഒരു തയ്യാറെടുപ്പും കൂടാതെ, ഒന്ന് കുറഞ്ഞത് ഇത്തരത്തിലുള്ള ദമ്പതികളെങ്കിലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങളെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിവാഹത്തിന് വേണ്ടി നാം തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ, ഈ വിവാഹത്തിന് വേണ്ടി തയ്യാറെടുപ്പെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുവിധം സ്ത്രീകളും പുരുഷന്മാരും കൂടെ ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ട്, മുടി നന്നാക്കാറുണ്ട്, വസ്ത്രം ശരിയാക്കാറുണ്ട്, ഡ്രസ് കോഡ് ഉണ്ടാക്കാറുണ്ട്, കസിൻസ് ഉൾപ്പെടെയുള്ളവർ ഒരേ വേഷത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചു വന്ന് ഡാൻസും ബംഗ്രായും ബാക്കിയൊക്കെ നടക്കുന്നുണ്ട്. ഇതിനേക്കാൾ എത്രയോ ചിലവ് കുറഞ്ഞ നിസ്സാരമായ ഒരു കാര്യമാണിത്. ഇതെന്തുകൊണ്ടാണ് നമ്മുടെ സംവിധാനങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കാത്തത്? അത്തരത്തിലുള്ള അവബോധ പ്രവർത്തനങ്ങളാണ് ഇനി കാലഘട്ടത്തിൽ വേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള നിർഭാഗ്യവശാൽ നമുക്ക് ഈ അമ്മമാരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം അല്ല നമ്മളിത് പറയേണ്ടത്. ഇത് നേരത്തെയുള്ള പ്രവർത്തനങ്ങളാക്കി നമുക്ക് മാറ്റേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. ശ്രീമതി ദിവ്യ, നമ്മൾ ഈ 181 വിളിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പം ആത്മഹത്യയാണ് ഇനി ആകെയുള്ളത് എൻ്റെ മുന്നിൽ എന്ന് കരുതി നിൽക്കുന്ന ആൾക്ക് ഒരു കോൾ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊണ്ടോ ഒക്കെ മാറാത്തത്ര, ഉദാഹരണത്തിന് ഏറ്റുമാനൂരിലെ ഷൈനിയും കുഞ്ഞുങ്ങളും, അവർ ആ ദൃശ്യങ്ങളൊക്കെ നമ്മളെ അത്രയധികം വേദനിപ്പിച്ചതാണ്. ഇളയ കുഞ്ഞ്, ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഇളയ കുഞ്ഞ് പോകുന്നില്ല, വളരെ പുലർച്ചെയാണ് അവർ ആത്മഹത്യയ്ക്ക് ട്രെയിനിന് മുന്നിലേക്ക് ചാടാൻ പോയത്. അപ്പോൾ കുഞ്ഞിനെ വലിച്ചിഴച്ചുകൊണ്ടാണ് പോകുന്നത്, അവർക്കൊന്നും അറിയാതെ അവർ ആ ട്രെയിനിൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഷൈനിക്കുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഷൈനിക്ക് ജോലി ലഭിക്കുന്നില്ല, വിദേശത്തേക്ക് പോകണമെങ്കിൽ മക്കളെ ഏൽപ്പിക്കാൻ സ്ഥലമില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ആ പ്രശ്നങ്ങൾ ഏത് രീതിയിലാണ് അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുക? നമ്മളൊരു പരാതിയായി 181 വിളിച്ചാൽ കൗൺസിലിങ്ങിനപ്പുറം? അതെ, നമുക്ക് സർക്കാർ സംവിധാനങ്ങളിൽ ധാരാളം മറ്റ് സർവീസസും ഉണ്ട്. അതായത് ഇപ്പോ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു, നമുക്ക് CWC അപ്രോച്ച് ചെയ്യാം. അവരുടെ ഹെൽപ്പോട് കൂടി കുട്ടികൾക്ക് സേഫ് ആയിട്ടുള്ള സ്റ്റേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അമ്മയ്ക്ക് ജോലിക്ക് പോകണമെങ്കിൽ തന്നെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ ധാരാളം വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ ഉണ്ട്, അവരുടെ സേവനം എടുക്കാം. അപ്പൊ അത്തരത്തിൽ ഉള്ള സേവനങ്ങളും നമ്മളുടെ സർക്കാർ സംവിധാനങ്ങളിലും ഉണ്ട്. ഇപ്പൊ പലപ്പോഴും ഈ വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമല്ല. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമല്ല. അവയർനെസ് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയർനെസ് ഉണ്ട്, അതിന്റെ കുറവുമല്ല.
പലപ്പോഴും നമ്മുടെ എന്താണ് ഫാമിലി ബന്ധങ്ങളിലെ സ്റ്റേറ്റസ്, അതല്ലെങ്കിൽ ഞാൻ കേസുമായി പോയി കഴിഞ്ഞാൽ എത്ര നാൾ ഇതിന്റെ പിറകെ ഞാൻ നടക്കേണ്ടി വരും, എന്റെ മക്കളുടെ ഭാവി എന്താകും തുടങ്ങി ധാരാളം ചോദ്യങ്ങൾ സ്ത്രീകളുടെ മുൻപേ അലട്ടുന്നത് കൊണ്ട് തന്നെ അവരൊരു കറേജിയസ് ആയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് അവർ മടിക്കുകയാണ് പ്രശ്നങ്ങളിലേക്ക്. ഇപ്പൊ നമ്മളായിരുന്നാലും 181 വിളിക്കുമ്പോൾ ചില കേസസ് തീർച്ചയായിട്ടും കേസായിട്ട് രജിസ്റ്റർ ചെയ്ത് പോകേണ്ട കേസുകളാണ്. പക്ഷെ അവർ പലരും അത് കേസുകളിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിന്റെ മെയിൻ റീസൺസ് ഇത്തരത്തിലുള്ള കുറെ ചോദ്യങ്ങൾ അവരുടെ മുൻപിൽ ഇട്ട് അലട്ടുകയാണ്. കുട്ടികളുടെ കാര്യം എന്താകും, അതല്ലെങ്കിൽ ഞാൻ കോടതിക്ക് പോകുമ്പോൾ ചെലവുകൾ ധാരാളമുണ്ട്. പല സ്ത്രീകൾക്കും ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല. സ്വന്തമായിട്ട് 5 രൂപ പോലും വരുമാനമില്ലാത്ത സ്ത്രീകളായിരിക്കും, ഡിപ്പെൻഡന്റ് ആയിരിക്കും. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോഴാണ് സ്ത്രീകൾ പ്രധാനമായും ഇത്തരം കംപ്ലൈന്റിൽ നിന്ന് അവർ വിഡ്രോ ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഫിസിക്കൽ വയലൻസ് വീട്ടിൽ ഉണ്ടായി, നമ്മൾ സാധാരണ കോൾസ് വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, വീട്ടിൽ എന്ത് ഫിസിക്കൽ വയലൻസ് ഉണ്ടായിരുന്നാലും നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് ഇന്റിമേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ അതിൽ മുന്നോട്ട് വരുന്നുള്ളൂ. അവർ നോക്കുന്നത് എന്റെ ഫാമിലി സ്റ്റേറ്റസ് എന്താവും, എന്റെ കുടുംബം എന്താവും, ഇത്തരം കാര്യങ്ങൾ വെളിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നെ സമൂഹം കാണുക തുടങ്ങിയ ധാരാളം ചോദ്യങ്ങളാണ് പലപ്പോഴും സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്നത്. അത് മാത്രമല്ല ശ്രീമതി ദിവ്യ, ഈ പരാതി കൊടുത്തിട്ട് തിരിച്ച് ഈ വീട്ടിലോട്ട് വേണമല്ലോ വരാൻ. ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടല്ലോ. നമ്മുടെ വീട്ടിൽ നമുക്ക് എത്രത്തോളം, ഞങ്ങൾ അത്തരത്തിലൊരു ക്യാമ്പയിനും ചെയ്തിരുന്നതാണ്. നമ്മുടെ വീട്, നമ്മുടെ ഇടം എവിടെ, ഒരു സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അങ്ങ് അയച്ചു കഴിഞ്ഞു, പിന്നീട് അവർക്കൊരു ബാധ്യതയും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഈ പരാതി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആശുപത്രിയിൽ ചെന്നിട്ട് തിരിച്ചു പോകേണ്ടത് ആ വീട്ടിലേക്കാണല്ലോ എന്ന പേടി കൂടി അവർക്കുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് നമുക്ക് താൽക്കാലികമായി താമസിക്കാനായിട്ട് ഷെൽട്ടർ ഹോമുകൾ സർക്കാരിന്റെ പദ്ധതികളിലുണ്ട്. താൽക്കാലികം മാത്രമല്ല, പെർമനന്റ് ആയിട്ട് സ്റ്റേ ചെയ്യാനായിട്ടുള്ള ഷെൽട്ടർ ഹോംസും ഉണ്ട്. അത് കൂടാതെ തന്നെ എല്ലാ ജില്ലകളിലും പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നിയമം അനുശാസിക്കുന്നത് പോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ ഓർഡേഴ്സും റെസിഡൻസ് ഓർഡേഴ്സും എടുക്കാനായിട്ട് ജില്ലകളിൽ എല്ലാ ജില്ലകളിലും ഓരോ പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ സേവനങ്ങളിലേക്കായി നമ്മൾ അവരെ ഡൈവേർട്ട് ചെയ്ത് ആ വീടുകളിൽ സുരക്ഷിതമായി താമസിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇൻ കേസ് അവർക്ക് വീടുകളിൽ പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ട് പോലും സ്ത്രീകൾ പല പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്. പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ട് പോലും അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലും അവർ ഓർഡർ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മളെ വിളിക്കാറുണ്ട്. പെട്ടെന്ന്, മാഡം നമ്മുടെ കയ്യിൽ ഓർഡർ ഉണ്ട്, പക്ഷെ എനിക്ക് ഇപ്പോഴും ഞാൻ ഫിസിക്കൽ വയലൻസ് നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് പോലീസ് ഇന്റർവെൻഷൻ കൊടുക്കുകയും പിന്നെയും അവരെ ഷെൽട്ടർ ഹോമിലേക്ക് പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീമതി ദിവ്യ, അവിടെ ഒരു സംശയം കൂടി ഉള്ളത്, ഇപ്പൊ ഞാനിപ്പോ ഉള്ളത് വയനാട് ജില്ലയിലാണെങ്കിൽ ഞാൻ വയനാട് നിന്നാണ് വിളിക്കുന്നതെങ്കിൽ 181 വിളിച്ച് എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണം, എനിക്ക് ഫിസിക്കലി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും എന്നെ ദേഹോപദ്രവം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അതത് ജില്ലകളിലാണോ അവർക്ക് താമസം ഒരുക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സമയം വളരെ വേഗത്തിൽ തന്നെ ഇടപെടാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാത് ജില്ലകളിലാണ് നമ്മൾ ഷെൽട്ടർ ഹോം, വൺ സ്റ്റോപ്പ് സെന്ററും സ്നേഹിതയും കൂടാതെ തന്നെ സർക്കാരിന്റെ കീഴിൽ ധാരാളം സർവീസ് പ്രൊവൈഡിംഗ് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അത്തരം സെന്റേഴ്സിലേക്കാണ് ഇവരെ നമ്മൾ പോലീസിന്റെ ഹെൽപ്പോട് കൂടി ആയിരിക്കും ഇവരെ മാറ്റുക. പോലീസിന്റെ ഹെൽപ്പ് ആ സമയത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായി അവർക്ക് വീടുകളിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സ്വന്തമായിട്ട് നമ്മൾ അഡ്രസ്സ് കൊടുക്കുകയും അവരുമായിട്ട് ഫോളോ അപ്പ് ചെയ്യും, ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് സേഫ് ആയിട്ട് നമ്മൾ എത്തിക്കുകയും ചെയ്യാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പോലീസിന്റെ ഹെൽപ്പോട് കൂടി ആയിരിക്കും നമ്മൾ അത് ചെയ്യുക. ശരി, ഡോക്ടർ മോഹൻ റോയ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾ എപ്പോഴും എഴുതി കാണിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഇത്തരം വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഞങ്ങളെ എപ്പോഴും അലട്ടുന്ന ഒരു കാര്യവും അതുതന്നെയാണ്. നിരന്തരം ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ കണ്ട ഒരു കാര്യം, കോട്ടയത്തെ ഏറ്റുമാനൂരിലെ ഷൈനി കുഞ്ഞുങ്ങളെയും എടുത്ത് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞതിന് പിന്നാലെ ഒരുപാട് അതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ച് വന്നപ്പോൾ നമുക്ക് ഈ വെർദർ എഫക്റ്റിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു പോകണം. അത് മാനസികമായി അങ്ങനെ വിചാരിച്ചിരിക്കുന്നവർക്ക് അതൊരു നമ്മൾ അറിയാത്ത രീതിയിലുള്ള ഒരു എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈൻ അതിന് കൊടുക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കി പറയാമോ? അല്ല, ഈ വെർദർ എഫക്റ്റ് നമ്മൾക്കറിയാവുന്നത് പോലെ നേരത്തെ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ ആത്മഹത്യ ചെയ്ത വ്യക്തി ധരിച്ചിരുന്ന വസ്ത്രങ്ങളുമൊക്കെ ധരിച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച രീതിയിൽ തന്നെ ഒരു ആത്മഹത്യ പിന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് കൃത്യമായി അറിയാവുന്ന, നമ്മൾക്കൊക്കെ അറിയാവുന്ന ഒരു ഉത്സവ പിറ്റേന്ന് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ഈ ഉത്സവ പിറ്റേന്ന് സിനിമ, നമ്മൾ ഈ സിനിമ പണ്ട് ദൂരദർശനിൽ കാണിച്ചിട്ടുണ്ട്. എന്റെയൊക്കെ കുട്ടിക്കാലത്തുള്ള ഒരു ഓർമ്മയാണ്. ഈ സിനിമ പിറ്റേന്ന്
ദൂരദർശനിൽ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇത് അറിയില്ല എന്നൊന്നും ഞാൻ പറയില്ല. കാരണം കേരളത്തിൽ എനിക്ക് തന്നെ അറിയാവുന്ന 2 ഹൈ പ്രൊഫൈൽ സൂയിസൈഡുകളുണ്ട്. അത് നമ്മുടെ മാധ്യമങ്ങൾ വളരെ കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് റിപ്പോർട്ട് ചെയ്ത് ഒരു പത്രപ്രവർത്തകനെ വിളിച്ചിട്ട്, ഞാൻ അല്പം സ്നേഹത്തോടു കൂടിയും അല്പം രോഷത്തോടു കൂടിയും ഒക്കെ പണി അറിഞ്ഞുകൂടാത്തതിന്റെ അല്ല സുഹൃത്തെ, ഇത് ആരാന്റെ അമ്മയ്ക്കാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയ മറുപടിയൊന്നുമില്ലായിരുന്നു. ഇതിന് ലോകാരോഗ്യ സംഘടന വളരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഞാൻ അതിലൂടെ ഒന്ന് കടന്നു പോകാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് നമ്മുടെ നാട്ടിൽ എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് മാധ്യമപ്രവർത്തകർ ആലോചിക്കേണ്ടതാണ്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന റിപ്പോർട്ടിങ്ങിലെ ഒരു എരിവും പുളിയും ഒക്കെ ഒന്നുമില്ലാത്ത ഒരു റിപ്പോർട്ടായി ഇത് മാറും ഈ ആത്മഹത്യകൾ. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അവർ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ഭാഷ ഉപയോഗിക്കരുതെന്നാണ്. നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാം. 2, ഒരു കാരണവശാലും എന്ത് മാർഗമാണ് ഉപയോഗിച്ചത് എന്ന് പറയരുത്. 3, ഒരിക്കലും ആ വ്യക്തിയുടെ പേര് പറയരുത്. സൈറ്റ് എവിടെയാണെന്ന് പറയരുത്, ലൊക്കേഷൻ എവിടെയാണെന്ന് പറയരുത്. സൂയിസൈഡ് നോട്ടുകൾ ഒരിക്കലും കാണിക്കരുത്. ആത്മഹത്യയുടെ കാരണത്തെ ഒറ്റ കാരണമായി നിസ്സാരവൽക്കരിക്കരുത്. ഫോട്ടോഗ്രാഫുകൾ ഒരിക്കലും കാണിക്കരുത്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏറ്റവും ടോപ്പ് സ്റ്റോറിയായി എടുത്തു വെച്ച് ആത്മഹത്യ ഏറ്റവും വലിയ ടോപ്പ് സ്റ്റോറിയായി സെലിബ്രിറ്റി സൂയിസൈഡ്സിന് പ്രാധാന്യം കൊടുക്കരുത്. നമ്മുടെ നാട്ടിൽ ഇത് സാധിക്കും. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ ഇതിൽ എന്താ ചെയ്യുന്നത് നമുക്കറിയാം. ഇനി പോട്ടെ, ഉത്തരവാദിത്തമുള്ള മാധ്യമങ്ങൾ ഇതെല്ലാം അങ്ങ് സ്വീകരിക്കുന്നു എന്ന് വയ്ക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലെ ഓൺലൈൻ ചെന്നായ്ക്കൾ എന്തായിരിക്കും ചെയ്യുന്നത്? ചെന്നായി എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചത് തന്നെ. എത്രത്തോളം നമ്മൾ ഒരു റെസ്ട്രിക്ഷൻ മുഖ്യധാരാ മാധ്യമങ്ങൾ കാണിക്കുമ്പോഴും ഈ ഓൺലൈൻ ചെന്നായ്ക്കൾ എന്താ ചെയ്യുന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ലോകാരോഗ്യ സംഘടന ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഇതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യുമ്പോഴും എന്തൊക്കെയാണ് അതിൽ വേണ്ടതെന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 1, എല്ലാ ആത്മഹത്യ റിപ്പോർട്ടിങ്ങിനും താഴെ എവിടെയാണ് ഇത്തരത്തിൽ സഹായം തേടേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും രസകരമായ കാര്യം ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ വേണമെങ്കിൽ 2-3 ഓൺലൈൻ റിപ്പോർട്ടിങ്ങുകൾ വായിക്കാം. ഈ ഓൺലൈൻ റിപ്പോർട്ടിങ്ങിന്റെ എല്ലാം താഴെ പത്രമാധ്യമങ്ങൾ എഴുതി വെക്കാറുണ്ട്, ആത്മഹത്യ ഒന്നിന് പരിഹാരമല്ല, ആത്മഹത്യ ചിന്ത വരികയാണെങ്കിൽ ഇന്ന നമ്പറിൽ വിളിക്കണമെന്ന്. നോക്കൂ, നിങ്ങളിത് പത്രത്തിൽ വരുന്ന ഏതിലെങ്കിലും ഇത് കാണുന്നുണ്ടോ? എന്തുകൊണ്ടാണ് മണി മാറ്റേഴ്സ് ഈ സാധനം എഴുതി വെച്ചാൽ അവരുടെ പരസ്യത്തിലുള്ള സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ അവർ എഴുതി വെക്കാത്തത്? ഓൺലൈനിൽ ചെയ്യാം, അല്ലാതെ പ്രിന്റിൽ അവർ ചെയ്യില്ല. ഇനി 2, ഇതിലേറ്റവും അപകടകരമായ കാര്യമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ തന്നെ അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്ക് 1-2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം. ഈ അടുത്ത കാലത്ത് വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ എന്റെ അടുത്ത സുഹൃത്തിന്റെ ആത്മഹത്യക്ക് ശേഷം അദ്ദേഹത്തിന്റെ തല ചിന്നിച്ചിതറിയ ശരീരം എനിക്ക് റെയിൽവേ ട്രാക്കിൽ കാണേണ്ടി വന്നു. 3 ദിവസത്തേക്ക് ഞാൻ ഉറങ്ങുമ്പോഴൊക്കെ എന്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിപ്പായുന്ന ട്രെയിനുകളായിരുന്നു എന്റെ മനസ്സിൽ. എനിക്ക് തന്നെ ഇത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. സൈക്യാട്രിസ്റ്റ് ആവുന്നതിന് മുമ്പ് ഏകദേശം 2-2.5 വർഷത്തോളം ഫോറൻസിക് മെഡിസിനിൽ പോലീസ് സർജനായി വർക്ക് ചെയ്യുകയും ഒരു 200-250 പോസ്റ്റ്മോർട്ടം കൂടി ചെയ്ത ഒരാളായിട്ട് പോലും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ നിങ്ങൾ ഈ ആത്മഹത്യയുടെ കാര്യങ്ങൾ പറയുമ്പോൾ സെൻസേഷണലൈസ് ചെയ്യാതെ എന്താണ്, എവിടെയാണ്, ആരാണ് എന്നുള്ളതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മരണം റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രം പറയുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ചിന്ത വരുന്നതെങ്കിൽ അതിനെ നേരിടാമെന്നുള്ളതും പഠിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഗതികെട്ട കാര്യം ഈ ഇന്റർവ്യൂവിംഗ് ആണ് കേട്ടോ. പറയാതിരിക്കുക വയ്യ. ആത്മഹത്യ നടക്കുന്ന വീട്ടുകളിലും അപകടം നടക്കുന്ന വീട്ടുകളിലും അങ്ങോട്ട് കയറി ആ മൈക്ക് വല്ലവന്റെയും അവിടെ ഇരിക്കുന്നവരുടെ വായിലേക്ക് കുത്തി കയറ്റിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഗതികേടിന്റെ പരകോടിയിൽ നിന്നുകൊണ്ടൊരു വ്യക്തി എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും പറയാൻ വയ്യ എന്ന് പറയുമ്പോഴും വിടാതെ അവന്റെ പുറകെ കൂടുന്ന പ്രവർത്തനത്തിന് എന്ത് പേരിട്ട് വിളിച്ചാലും അതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇത്തരം കാര്യങ്ങൾ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കും. കേരളത്തിലെ മാധ്യമ സമൂഹം ഇതിന് തയ്യാറാവും. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതിലെ നല്ല കാര്യങ്ങൾ അത് ഞങ്ങൾ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ
ശ്രീമതി ദിവ്യയിലേക്ക് പോകുന്നു. ശ്രീമതി ദിവ്യ, നമ്മൾ എന്ത് വിഷയം ചർച്ച ചെയ്യുമ്പോഴും അനുഭവങ്ങൾ, അത് നമ്മൾ ഒരാൾ അല്ലെങ്കിൽ ഒരു ഉദാഹരണം എന്ന് പറയുന്നതിനപ്പുറം അനുഭവങ്ങൾ എപ്പോഴും ആളുകളിലേക്ക് പെട്ടെന്നെത്തും. ഇത്തരത്തിൽ 181 വിളിച്ച് ഇനി ആത്മഹത്യയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വിചാരിച്ച് നിന്നിടത്ത് നിന്ന് പുതിയ ജീവിതം തുടങ്ങിയ നിരവധി പേരുണ്ടാകും. എങ്കിലും താങ്കളുടെ അനുഭവത്തിൽ പെട്ടെന്ന് പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു അനുഭവം കൂടി പറയാം. തീർച്ചയായിട്ടും 2 മാസം മുമ്പ് സിമിലർ ആയിട്ട് ഒരു സൂയിസൈഡൽ, ഇപ്പൊ നമ്മൾ റെയിൽവേ ട്രാക്കിൽ ഷൈനിയുടെ കേസ് കേട്ടതുപോലെ തന്നെ നമ്മുടെ വിമൻ ഹെൽപ്പ് ലൈനിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഒരു സ്ത്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൈക്കുഞ്ഞുമായിട്ട് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മളെ കോള് ഫസ്റ്റ് വിളിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോ അവർ നമ്മളെ വിളിച്ചു. അപ്പൊ നമ്മളെ ലൊക്കേഷൻ നമുക്ക് അവിടെ ട്രേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ. ആ ലൊക്കേഷൻ വെച്ച് നമ്മൾ ട്രേസ് ചെയ്തപ്പോൾ അവർ മൂവിങ് ആണ്. പക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, വേറെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് തരുന്നില്ല. നമ്മളെ പാരന്റ്സിന്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലും അവർ നമ്മളടുത്ത് കോപ്പറേറ്റ് ചെയ്യാൻ റെഡി ആയതേ ഇല്ല. അപ്പൊ നമ്മൾ ആ മൂവ് ചെയ്യുന്ന ആ ലൊക്കേഷൻ ട്രേസ് ചെയ്തതിന് ശേഷം നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റേഷനിലും അതുപോലെ നമ്മുടെ പോലീസ് കൺട്രോൾ റൂമിലും കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി. എന്നിരുന്നാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഫോണിൽ കൂടിയും അവരുടെ ആക്സസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ നിയറസ്റ്റ് റെയിൽവേ ട്രാക്കിലേക്കാണ് മരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷനും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. കയ്യിൽ ഒരു കുഞ്ഞുണ്ട്, ഓൾറെഡി ഒരു മൂത്ത കുഞ്ഞുണ്ട്, അത് ഞാൻ വീട്ടിൽ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് എന്നുള്ള രീതിയിലാണ് നമ്മളടുത്ത് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് ഈ പോലീസ് സംവിധാനങ്ങളിൽ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും അവർ പോയ റൂട്ട് ഏതാണ്, അവര് പോയത് ഓട്ടോയിലാണ് കയറിയിട്ടുള്ളത്, വേറെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ആ റൂട്ട് ഒരു നിശ്ചിത സ്ഥാനം കഴിഞ്ഞപ്പോൾ നമുക്ക് റൂട്ടിന്റെ ഇത് ബ്ലോക്ക് ആവുകയും പിന്നെ നമ്മൾ ട്രേസ് ചെയ്തെടുത്തപ്പോൾ അതിന്റെ അടുത്തുള്ള സ്റ്റേഷനുകളിലും നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ സ്റ്റേഷൻ മാസ്റ്ററിനും എല്ലാം റിപ്പോർട്ട് ചെയ്തു. പോലീസിന്റെ സഹായത്തോടെയും RPF സഹായത്തോടെയും സ്റ്റേഷൻ മാസ്റ്ററിന്റെ സഹായത്തോടുകൂടി നമുക്ക് ആ ലേഡിയെ പിന്നെ ട്രേസ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ട്രേസ് ചെയ്ത് നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിച്ചു. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മളെ വിളിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ നേരം നമ്മൾ ഈ ഒരു ലേഡിയെ ട്രേസ് ചെയ്യുന്നതിന്റെ ഫുൾ പ്രോസസ്സിലായിരുന്നു. അതിനിടയിൽ തന്നെ അവിടെ ഒരു ട്രാക്കിൽ ഒരു മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ പെട്ടെന്ന് പോലീസ് അവിടെ ചെന്നതിന് ശേഷം നമ്മളടുത്ത് റിപ്പോർട്ട് ചെയ്തത് അവിടെ ഒരു ആക്സിഡന്റ് ഓൾറെഡി സംഭവിച്ചു, ആ ഒരു ട്രാക്കിലേക്ക് ചാടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് കണിശമായിട്ട് ഇവരാകുമോ എന്നുള്ള ഒരു വളരെ വിഷമത്തോടു കൂടി നമ്മൾ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോലീസിന്റെ റിപ്പോർട്ട് വന്നു, അത് 2 പുരുഷന്മാരാണ്, ഈ സ്ത്രീയും കുഞ്ഞിന്റെയും അല്ല എന്നുള്ളത്. അതിനുശേഷം സ്റ്റേഷൻ മാസ്റ്ററുടെ സഹായത്തോടുകൂടിയും പോലീസിന്റെ സഹായത്തോടുകൂടിയും RPF സഹായത്തോടുകൂടിയും ഫുൾ സ്റ്റേഷൻ നമ്മൾ അരിച്ചു പറക്കിയതിന് ശേഷമാണ് നമുക്ക് ഈ ലേഡിയെ ട്രേസ് ചെയ്യാനായിട്ട് സാധിക്കുകയും തിരിച്ച് നമുക്ക് അവരുടെ കുടുംബത്തിലേക്ക് പറഞ്ഞു വിടാനായിട്ട് സാധിച്ചു. അതിന് മുമ്പ് തന്നെ ആ കുടുംബത്തിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് തന്നെ കുറച്ചുനാൾ നമ്മൾ ഷെൽട്ടർ ഹോമിൽ നിർത്തി അവർക്ക് വേണ്ട സേവനങ്ങൾ, അവർക്ക് ആ സമയത്ത് സൈക്കോളജിക്കൽ സപ്പോർട്ട് വേണം, പ്രൊഫഷണൽ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിന്റെയും സൈക്യാട്രിന്റെയും സപ്പോർട്ട് വേണം എന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് വേണ്ട അസിസ്റ്റൻസ് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് തിരിച്ച് ഫാമിലിയിലും. വളരെയധികം നന്ദി ശ്രീമതി MA ദിവ്യ, ഒപ്പം ഡോക്ടർ മോഹൻ റോയ് ഞങ്ങളോട് ഈ വിഷയത്തിൽ ഇത്രയും നേരം സംസാരിച്ചത്. എന്തായാലും ഇത് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ഇത്തരം ചർച്ചകൾ ഈ സമയത്ത് മാത്രം നടത്താതെ ഇത് ഓരോരുത്തരിലേക്കും എന്തെങ്കിലുമൊക്കെ രീതിയിൽ എത്തിയെന്ന് ഞങ്ങൾ കരുതുകയാണ്. വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം ഈ സമയത്ത് ചേർന്നതിന്. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.